ഞാൻ സമയം എൻ്റെ ഭാര്യ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവല്ല നിൽക്കണില്ല, വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടക്കില്ല, അവിടെ ചെന്നാലും നടക്കില്ല. അത് കാരണം ഞാൻ ഇവരെ പ്രസംഗിക്കേണ്ടത് കാരണം മുമ്പേ 2 വാക്ക് പറഞ്ഞിട്ട് പോവാച്ചിട്ടാണ്. ഞാൻ കൂടുതൽ തീർപ്പിക്കണില്ല. എന്തായാലും നേരത്തെ ശ്രീകുമാരേട്ടൻ പറഞ്ഞ പോലെ ഞാനും ഈ കതറ് ആളന്നെയാണ്. ഞാൻ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. പക്ഷെ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ അന്ന് മുതൽ കതറിട്ടതാണ്. അതാ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ നെഞ്ചിലേറ്റിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള വസ്ത്രം ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ബൂർഷ ചിന്താഗതിയൊന്നും മനസ്സിലേക്ക് വരണ്ട. അപ്പോൾ കതറിട്ട ഇതാണെങ്കിൽ അത് നെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരെ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് കതറുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപ വേണം, 100 രൂപ വേണം, 20-40 രൂപ തേക്കാൻ വേണം. പിന്നെ നീരജ് മേടിക്കണം, കാറിൽ കൊണ്ടുപോകണം, മേടിച്ചു കൊണ്ടുവരണം, ഒരുപാട് പ്രശ്നങ്ങൾ. വീട്ടിലാണെന്ന് വെച്ചെങ്കിലോ വൈഫൊക്കെ ചീത്ത പറയൽ തുടങ്ങി. കാരണം ഇത് ബലത്തിൽ നിൽക്കണം, രാഷ്ട്രീയക്കാർക്ക് അത് വേണമല്ലോ. ഇതുവരെ ഞാൻ കതറ് തന്നെയാണ് ഞാൻ ഇടാറ്, എനിക്ക് ഇഷ്ടം അതാണ്. പക്ഷെ കതറ് എങ്ങനെയാണ് ഇത് കതറ് വന്നത്, കതറ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മഹാത്മാഗാന്ധിയൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ പിരിവിനൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ സത്യാഗ്രഹം പോകുന്നപ്പോൾ പൈസക്ക് പകരം ഈ തുണിയാണ് കൊടുക്കാറ്. സത്യത്തിൽ അന്ന് നെയ്തിട്ട തുണികളാണ് കൊടുത്തത്. പക്ഷെ അവിടെ ഒരു മുസ്ലിം വനിതയ്ക്ക് കൊടുത്തപ്പോൾ അന്ന് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും പുണ്യമാക്കപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ അന്നാണ് ഇത് കൊണ്ടുകൊടുത്തത്. അപ്പൊ ഇത് കൊണ്ടുകൊടുക്കുമ്പോൾ ഖദർ കൊണ്ടുകൊടുക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഇന്നത്തെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് ലൈലത്തുൽ ഖദർ ദിനാണെന്ന്. അങ്ങനെയാണ് ഖദർ വന്നതെന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാണ് ഖദർ എന്ന് പറയുന്ന സംവിധാനം വന്നിട്ടുള്ളത്. അത് ചില ആളുകൾക്ക് അറിയില്ല ഖദർ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ ഞാനത് മനസ്സിലാക്കിയത് അതാണ് നമ്മൾ പഠിപ്പിച്ചു പോകുമ്പോൾ. എന്തായാലും ഈ മഹാത്മാഗാന്ധിയും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സത്യം എന്ന് പറയുന്നത് ദൈവത്തിനെയും കാട്ടിയും തുല്യമായി കണ്ട ഒരു മഹാനാണ് മഹാത്മാഗാന്ധി. അതായത് സത്യം പറയുക എന്നുള്ളത് എല്ലാവർക്കും പറ്റില്ല. രാഷ്ട്രീയക്കാർ ആണെങ്കിൽ അധികം സത്യം പറയാറൊന്നുമില്ല. ഞാനും രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കണം. പക്ഷെ നുണ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്നുള്ളിടത്തോളം വരുമ്പോൾ മാത്രമേ അതിനെ നുണ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുവരെ സത്യം പറയണം. അപ്പൊ സത്യത്തിന് വിലയുണ്ട്. സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പറയണില്ല. എന്തായാലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആ തത്വങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരയണം. അത് നെഞ്ചിലേറ്റിയ ഒരു മഹാമനുഷ്യനാണ് മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അതായത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവാൻ പാടില്ല. ഇപ്പോൾ ഉണ്ണിയേട്ടവിടെ ഒരു പരിപാടി, ഇത്രയും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ജില്ലയിലെ എത്ര സാംസ്കാരിക സംഘടനകളുള്ളത്. ഞാനെൻ്റെ 19 പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്നും ഇന്ന് പലരും മറന്നു പോവുകയാണ്. മഹാത്മാഗാന്ധി നമുക്ക് ചെയ്ത സേവനങ്ങൾ എത്ര മഹത്തര നമ്മൾ ചിന്തിച്ചു നോക്കിയ. എന്തെല്ലാം ത്യാഗം ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ അതിനുശേഷം ഡോക്ടർ അംബേദ്കർ കൊണ്ടുവന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മറ്റുള്ളവർ ചെയ്ത ത്യാഗങ്ങൾ, റൈറ്റ് ഓഫ് ഈക്വാലിറ്റി, റൈറ്റ് ഓഫ് ഫ്രീഡം, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് പ്രൊപ്പഗേഷൻ. നമ്മൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള അനുമതി പോലും വാങ്ങിത്തന്നു ഡോക്ടർ അംബേദ്കറാണ്. ആ അംബേദ്കറെ കുറിച്ച് ചിന്തിക്കാനോ അതുപോലെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ചിന്തിക്കാനോ എവിടെ നേരം. അപ്പോൾ ഉണ്ണിയേട്ടോ ഞാൻ പറയുന്നില്ല, ഞാൻ നമസ്കരിക്കുകയാണ്. നിങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള ഈ മഹത്തരമായ ഒരു ഈ സാഹിതി ചെയ്ത ആ സേവനം ഉണ്ടല്ലോ, അതൊക്കെ നെഞ്ചിലേറ്റേണ്ടതാണ്. ഇതൊന്നും ഒരു കാലത്ത് മറക്കാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ ഡോക്ടറൊക്കെ ഇവിടെ പറഞ്ഞ പോലെ
പ്രകൃതി, ഈ പ്രകൃതിയുടെ ഏഴാകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കടലും ഭൂമിയും വൃക്ഷങ്ങളും 16 ലക്ഷം ജീവജാലങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞത്. നമ്മൾ ആരെ ചിന്തിക്കുന്നത് അതിനെ കുറിച്ചിട്ട്? കാരണം നമ്മൾക്ക് തരുന്ന ഓക്സിജൻ, ഈ പ്രപഞ്ചം, അതുപോലെ പ്രകൃതി, പ്രകൃതിയായിട്ട് ഇദ്ദേഹം എന്നെ ചിലപ്പോൾ അറിയില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ കൂടുതൽ പഠിച്ചാളാണ്. പ്രകൃതി കൊണ്ടാണ് എൻ്റെ 3 ബ്ലോക്ക് പോലും മാറി. 90% 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതടക്കം മാറി. നമ്മൾ വെറുതെ ഈ ആശുപത്രിയിൽ കാശ് കൊണ്ടുപോയിട്ടൊക്കെ മരുന്ന് മേടിച്ചിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നതാണ്, ഞാൻ അനുഭവസ്ഥനാ, എൻ്റെ ബ്ലോക്ക് പോലും മാറിപ്പോയി. അപ്പം നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മൾ സത്യം പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചുരുക്കിയാണ്, സമയത്തിൻ്റെ ദൈർഘ്യം നമ്മൾ ചിന്തിക്കണല്ലോ. അപ്പോൾ നമ്മൾ സത്യം പറയാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. അതാണ് പറയുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു സന്ദേശം എന്താ? സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വീനാവതീതമസ്തു മാ വിദ്വേഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ഒരുമിച്ച് നീങ്ങാനാണ് പറയുന്നത്, ഒരുമിച്ച് മുന്നേറാനാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളും സത്യസന്ധമാകണമെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ വേണ്ട നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും പാതയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായിരിക്കട്ടെ നമ്മുടെ നാടിന് കൊടുക്കേണ്ട സന്ദേശം. എന്തായാലും ഇത്തരത്തിലുള്ള സാഹിത്യം സംഘടിപ്പിച്ച ഇത്തരത്തിലുള്ള മഹത്തരമായ പരിപാടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.